am studying in class 5th B. Today I am going to tell a story in my mother's tongue Malayalam. പണ്ട് ഇംഗ്ലണ്ടിൽ ജാക്കും അവന്റെ കുടുംബവും താമസിച്ചിരുന്നു. അവന്റെ കുടുംബത്തിൽ അവന്റെ അച്ഛന് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അസുഖം പിടിപെട്ടു അവന്റെ അച്ഛൻ മരണപ്പെട്ടു. എന്നിട്ട് അവർക്ക് കാശില്ലാതെ പട്ടിണിയായി. അതിനുശേഷം ജാക്കിന്റെ അമ്മ ജാക്കിനോട് പറഞ്ഞു, ജാക്ക്, ഈ പശുവിനെ നീ പോയി ചന്തയിൽ എനിക്ക് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവരും. ജാക്ക് പശുവിനെ വെട്ടി ചന്തയിലേക്ക് ഇട്ടു. ജാക്ക് ചന്തയിൽ പോകുന്ന വഴി ഒരു വൃദ്ധനെ കണ്ടു. അതിനുശേഷം വൃദ്ധൻ ചോദിച്ചു, ഈ പശുവിനെ എനിക്ക് തരുമോ? ജാക്ക് ചിന്തിച്ചു. ജാക്ക് പറഞ്ഞു, ഇതിന് പകരം എന്തു തരും? അത്ഭുത സിദ്ധിയുള്ള പയറുമണി തരാം, വൃദ്ധൻ പറഞ്ഞു. അതിനുശേഷം ജാക്ക് പശുവിനെ കൊടുത്ത് ആ പയറുമണികൾ വാങ്ങിച്ച് വീട്ടിലേക്ക് നടന്നു. ജാക്കിന്റെ അമ്മ വീട്ടിൽ ജാക്കിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജാക്ക് വരുന്ന കണ്ട് അമ്മ ചോദിച്ചു, സ്വർണ്ണ നാണയം കിട്ടിയോ? ജാക്ക് പറഞ്ഞു, ഇല്ല, എനിക്ക് കിട്ടിയത് അത്ഭുത സിദ്ധിയുള്ള പയറുമണിയാണ്. അമ്മ ദേഷ്യം പിടിച്ച് ആ പയറുമണികൾ വാങ്ങിച്ച് പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് അവനെ കുറെ വഴക്ക് പറഞ്ഞു അടിച്ചു. ജാക്ക് സങ്കടത്തോടെ അന്ന് കിടന്നു. രാവിലെ ജാക്ക് എണീറ്റ് നോക്കിയപ്പോൾ ആകാശമോളം മുട്ടുന്ന ഒരു മുന്തിരിവള്ളി. ജാക്ക് അതിന്റെ മേലെ കയറി. ജാക്ക് മേലെ എത്തിയപ്പോൾ ഒരു വലിയ കൊട്ടാരം കണ്ടു. കൊട്ടാരത്തിന്റെ വാതിൽ മുട്ടിയപ്പോൾ അതിനകത്ത് നിന്ന് ഒരു രാക്ഷസി മുത്തശ്ശി വന്നു. എന്നിട്ട് ജാക്കിനെ വിളിച്ച് അവന് ഭക്ഷണം കൊടുത്തു. പെട്ടെന്ന് രാക്ഷസൻ വന്നു. അതിനുശേഷം ജാക്ക് അവിടെ ഒളിച്ചു. രാക്ഷസൻ പറഞ്ഞു, ഇവിടെ എന്താ ഒരു മനുഷ്യന്റെ മകൻ? അതിനുശേഷം രാക്ഷസൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങി. അപ്പോൾ തന്നെ ജാക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അവിടുന്ന് തിരിച്ച് താഴേക്ക് പോയി. അപ്പോൾ ജാക്കിനൊരാഗ്രഹം, അവിടെ ഉണ്ടായ സ്വർണ്ണ മുട്ടയിടുന്ന കോഴീനെയും ഒരു സ്വർണ്ണ പൈങ്കിളിനെയും എടുക്കണം. ജാക്ക് പിന്നെയും അതിന്റെ മേലേക്ക്. അതിനുശേഷം ജാക്ക് കൊട്ടാരത്തിന്റെ വാതിലിലൂടെ കയറി ആ സ്വർണ്ണ മുട്ടയിടുന്ന കോഴീനെ എടുത്തു. അതിനുശേഷം പൈങ്കിളിനെ എടുക്കുമ്പോൾ പൈങ്കിളി പറഞ്ഞു, യജമാനനെ, എന്നെ ആരോ മോഷ്ടിക്കുന്നു. അതിനുശേഷം രാക്ഷസൻ എണീറ്റ് വന്നു. ജാക്ക് ഓടി. അപ്പോൾ രാക്ഷസനും പുറകെ ഓടി. ജാക്ക് പെട്ടെന്ന് തന്നെ മുന്തിരിവള്ളിയുടെ താഴേക്ക് ഇറങ്ങി. രാക്ഷസനും താഴേക്ക് ഇറങ്ങി. അതിനുശേഷം ഏകദേശം താഴെ എത്താറായപ്പോൾ ജാക്ക് അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മേ, താഴെ ഒരു കോടാലി അവിടെ വെക്കൂ. താഴെ എത്തിയപ്പോൾ കോടാലി എടുത്ത് ആ മുന്തിരിവള്ളി വെട്ടി. മുന്തിരിവള്ളി വീണപ്പോൾ രാക്ഷസനും വീണു. രാക്ഷസൻ ചെതറിപ്പോയി.